മറ്റൊരു വിഷയം എന്തെന്നാൽ കേരള തീരത്ത് പുറംകടലിൽ തീ പിടിച്ച കപ്പൽ വൺ ഹൈ 503 അത് ഉൾക്കടലിലേക്ക് നീക്കി എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോടെ കപ്പലിനെ ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു. കോസ്റ്റ് ഗാർഡും പോർബന്തറിലെ മറൈൻ എമർജൻസി സെന്ററും ചേർന്നാണ് കപ്പൽ കേരള തീരത്ത് നിന്ന് പരമാവധി അകലത്തിലേക്ക് നീക്കിയത്. ഡാനി, ഇതിപ്പോൾ കേരള തീരത്തിന് ആഘാതം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിനുവേണ്ടിയുള്ള പരമാവധി പരിശ്രമം നടക്കുകയാണല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയിൽ പറഞ്ഞതുപോലെ അങ്ങനെയൊരു കപ്പൽ ദുരന്തം, നേരത്തെ ലൈബീരിയൻ കപ്പലിന്റെ ഒരു ദുരന്തം അതിനെ നേരിടുന്നതിനിടയിൽ തന്നെയാണ് മറ്റൊന്ന് അതിനേക്കാൾ ഗുരുതരമായ രീതിയിലേക്ക് കത്തി അമരുന്ന രീതിയിലേക്ക് കേരള തീരത്ത് തന്നെ ഉണ്ടാകുന്നത്. അതിൽ ഈ കണ്ടെയ്നറുകൾ അതീവ ഗുരുതരമായ രാസവസ്തുക്കൾ അടക്കമുണ്ട്. അപ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ കേരള തീരത്ത് സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രഥമ പരിഗണന നൽകിയപ്പോൾ കപ്പലിനെ പുറംകടലിലേക്ക് കെട്ടിവലിക്കുക എന്നൊരു ദൗത്യത്തിലേക്ക്, തികച്ചും സാഹസികമായ ഒരു ദൗത്യത്തിലേക്ക് ഇന്ത്യൻ തീരരക്ഷാസേനയും നേവിയും ഏർപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ തീപിടുത്തം പൂർണ്ണമായിട്ട് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളുടെ ശ്രമങ്ങളുടെ ഫലമായിട്ട്. അപ്പോൾ അതിന്റെ ഒരു ആശ്വാസമുണ്ട്. ഇന്നലെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിൽ നിന്ന് പ്രത്യേക ദൗത്യ സംഘം കപ്പലിൽ ഇറങ്ങുകയും മുൻഭാഗത്തെ കൊളുത്തിൽ വലിയ വടം കെട്ടിക്കൊണ്ട് വലിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. വാട്ടർ ലില്ലി എന്ന ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചാണ് കപ്പലിനെ പുറംകടലിലേക്ക് നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. നിലവിൽ 5ഓളം കപ്പലുകൾ, ഇതിൽ രക്ഷാസേനയുടെ കപ്പലുകളും 2 ഹെലികോപ്റ്ററുകളും ഈ ദൗത്യത്തിൽ പങ്കെടുത്ത പുറംകടലിലുണ്ട്. എന്തായാലും അത്തരം ശ്രമങ്ങൾ തുടരുകയാണ്. കാരണം ഈ കേരള തീരത്ത് നിന്ന് കുറെയെങ്കിലും പുറംകടലിലേക്ക് ഇത് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദൗത്യം തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇതിന്റെ ആദ്യ ശ്രമങ്ങൾ നടന്നത്. ഇന്ന് രാവിലെയോടെ അത് ഒരു പൂർണ്ണ തോതിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ ദൗത്യം തുടരുന്നത്. വൈകാതെ അത് പൂർത്തീകരിക്കാൻ കഴിയും. കേരള തീരത്തിന്റെ ആഘാതം കുറക്കാൻ ഇതുകൊണ്ട് കഴിയും. പ്രഥമ പരിഗണന അതിന് തന്നെയാണ് നൽകുന്നത്. കപ്പലിൽ നിന്ന് കാണാതായ, വെള്ളത്തിൽ ചാടിയ 4 ജീവനക്കാരെ കുറിച്ചും ഇതുവരെയും ആ വിവരമൊന്നും ലഭിച്ചിട്ടുമില്ല. ആര്യ. ശരി, ഡാനി പോളാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ തീപിടിച്ച കപ്പൽ അത് കോഴിക്കോട് ബേപ്പൂർ അഴീക്കൽ തീരത്തിന് അകലെ പുറംകടലിലാണ് ഇത്തരത്തിലൊരു കപ്പൽ അപകടമുണ്ടായത്. പക്ഷേ ആ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറിൽ ഉള്ളത് വിനാശകരമായ വസ്തുക്കളാണ് എന്നുള്ളത് നമുക്കറിയാം. അത് കടലിലേക്ക് പതിച്ച് കേരള തീരത്തേക്ക് അടിയാനുള്ളൊരു സാധ്യത കൂടി മുന്നിൽ കണ്ടിരുന്നു. അത് വളരെ വലിയ പരിസ്ഥിതി ആഘാതം ഉറപ്പായും ഉണ്ടാക്കും. കൊച്ചിയിലുണ്ടായ കപ്പൽ അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമാകുന്നതിന് മുമ്പാണ് മറ്റൊരു കപ്പൽ അപകടം കൂടി കേരള തീരത്തിന് സമീപത്ത് ഉണ്ടായത് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ ആശങ്ക ഇപ്പോൾ ഒഴിയുന്നു. കപ്പലിനെയും കണ്ടെയ്നറുകളെയും പുറം കടലിലേക്ക് നീക്കിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. മറ്റ് വാർത്തകളിലേക്ക്.